ഹായ്, നമ്മളിത് നോക്കാൻ പോകുന്നത് ഫോൺ സ്കിൽസിൻ്റെ റെസ്റ്റ് ഓഫ് ദി പോർഷനാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫോൺ സ്കില്ലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നാണ്. സോ ഫോൺ സ്കില്ല് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇൻ്റർപേഴ്സണൽ സ്കിൽ, ഓർഗനൈസേഷണൽ സ്കിൽ, ടെക്നിക്കൽ സ്കിൽ, പിന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് കസ്റ്റമർ സർവീസ് സ്കില്ലായിരുന്നു. സോ ഹൗ ക്യാൻ വി ഡെവലപ്പ് ടെലിഫോൺ സ്കിൽ? എങ്ങനെയാണ് നമുക്ക് ടെലിഫോൺ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? അതിൽ ഫസ്റ്റ് വരുന്നൊരു കാര്യമാണ്, ഇപ്പോൾ നമുക്ക് വളരെ പേടിയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോകുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ് യൂസിങ് എ സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെലിഫോണിൽ കൂടെ സംസാരിക്കുന്നതിന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. Then the second thing that you need to do is record your voice. നിങ്ങളുടെ ശബ്ദം എങ്ങനെയാണ്, നിങ്ങൾ ഏത് പേസ് ഓഫ് ടോണിലാണ് സംസാരിക്കുന്നത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ, നിങ്ങൾ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ, വേർഡ്സ് പ്രൊനൗൺസിയേഷൻ വേർബലി ക്ലിയർ ആണോ, എന്തെങ്കിലും നിങ്ങളുടെ ശബ്ദത്തിൽ എന്തെങ്കിലും ക്ലസ്റ്റർനെസ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കയറ്റി നോക്കുക. സോ ദാറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്തിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. ദെൻ ദി തേർഡ് തിങ് ഇസ് യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ ടോൺ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ നോട്ട് ഓൺ ഹൈ പിച്ച് ആൻഡ് നോട്ട് ഓൺ ലോ പിച്ച്, നമ്മളൊരു ന്യൂട്രൽ ടോണിൽ വേണം സംസാരിക്കാനായിട്ട്. ആൻഡ് ന്യൂട്രൽ ടോൺ എന്ന് പറയുമ്പോൾ it doesn't mean that you have to talk very bland ആയിട്ട് സംസാരിക്കണം എന്നല്ല, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ടോണിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ലോ പിച്ച് ആണെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് ഓഡിബിൾ ആവത്തില്ല, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വരത്തില്ല. ആൻഡ് ഹൈ പിച്ച് ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ചാടിക്കടിയാൻ പോകുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യുന്ന പോലെ തോന്നും. ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് എപ്പോഴും ഒരു ന്യൂട്രൽ ടോണിൽ സംസാരിക്കണം എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് തിങ് യു ഹാവ് ടു വർക്ക് ഓൺ ഇസ് യുവർ ക്ലാരിറ്റി. നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിർത്തി സംസാരിക്കുക. സ്പീഡിലാണ് സംസാരിക്കുന്നതെങ്കിലും മേക്ക് ഷുവർ വാട്ട് യു ആർ സെയിങ് ഇസ് ക്ലിയർ. അവർ ഒന്നും കൂടി അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലും ക്ലിയർ ആയിട്ട് പറയാനായിട്ട് നമുക്കറിയണം. സെൻറ്റൻസസിനെ മാക്സിമം സിമ്പിളായിട്ട് പറയുക. ഒരു ഐഡിയ ഒരു ടൈമിൽ കൺവേ ചെയ്യുക. കോമ്പിനേഷൻ ഓഫ് ഐഡിയാസ് ഒരിക്കലും ഒരു കോളിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയാൻ പാടില്ല. സോ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ ക്ലാരിറ്റി ആൻഡ് ലേൺ ഹൗ ടു യൂസ് കോളിംഗ് സോഫ്റ്റ്വെയർസ്. സപ്പോസ് ഇപ്പോൾ എല്ലാവരും നിങ്ങളെ ടെലിഫോണിൽ തന്നെ വിളിക്കണം എന്നില്ല. സം പീപ്പിൾ ട്രൈ ടു റീച്ച് യു ത്രൂ ഓൺലൈൻ കോൾസ്, ഇൻ്റർനെറ്റ് കോൾസ്, ത്രൂ സ്കൈപ്സ് എക്സെട്ര. ഇതൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ദാറ്റ് ആ ഒരു കോള് വരാൻ നേരത്തെ നമ്മൾ പാനിക് ആവത്തില്ല. സോ യു ഹാവ് ടു study about handling these kind of softwares. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ടെലിഫോൺ എറ്റിക്വീറ്റ്സ്. എന്തുകൊണ്ടാണ് ടെലിഫോണിൽ ഇങ്ങനെയുള്ള മര്യാദകളൊക്കെ പാലിക്കണം എന്ന് പറയുന്നത്? ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് പ്രൊഫഷണലിസം. ബിക്കോസ് നമ്മൾ ഒരു വീട്ടിൽ സംസാരിക്കുന്ന പോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആണ് നമ്മളുടെ ഇൻഫോർമൽ കോൺവെർസേഷൻ. സോ നമ്മൾ ഒരു പ്രൊഫഷണൽ ആണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെയുള്ള മര്യാദകളൊക്കെ പാലിച്ചേ പറ്റത്തുള്ളൂ. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളവിടെ നിൽക്കുന്നത് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ടല്ല, ഒരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് അവർക്ക് മനസ്സിലാവത്തുള്ളൂ. സോ ഇൻ ഓർഡർ ടു ഷോ യുവർ പ്രൊഫഷണലിസം യു ഹാവ് ടു ഫോളോ ദീസ് കൈൻഡ് ഓഫ് ടെലിഫോണറ്റിക് വേസ്. ദെൻ കംസ് ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇംപ്രഷൻ. നമ്മളെക്കുറിച്ചും നമ്മളുടെ കമ്പനീനെ കുറിച്ചും ഒരു ഇംപ്രഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ടെലിഫോണിക് എറ്റിക്വേറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്ന രീതി, നമ്മളുടെ കാംനെസ്, നമ്മളുടെ പീസ് ഓഫ് മൈൻഡ്, നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതി, അതുപോലെ തന്നെ നമ്മൾ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ സബ്ജക്റ്റ് മാറ്ററിനെ മനസ്സിലാക്കുന്നത്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ടോക്ക് വെരി പൊളൈറ്റ്ലി, വെരി പ്ലസൻ്റ്ലി ആൻഡ് സ്ട്രെയിറ്റ് ടു ദ പോയിൻറ്റ്, so that the customer would be able to understand everything very clearly and it leads to customer satisfaction in the end. ഇത്രയും കാര്യങ്ങളാണ് ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ടെലിഫോൺ എറ്റിക്വേറ്റ്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് ടെലിഫോൺ എറ്റിക്വേറ്റ്സിൻ്റെ എലമെൻറ്റ്സ്? ഫോണിലൂടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രീറ്റിംഗ്സ്. സോ വെൻ എവർ യു ടേക്ക് എ ഫോൺ യു ഹാവ് ടു
greet them. ഒരു warm greeting കൊടുത്തിട്ട് വേണം begin ചെയ്യാൻ. So you are picking a call. So you have to say hello, good morning. This is Tanya speaking or this is Aparna speaking. നമ്മൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക with a warm greeting. Then you have to check on your body language. So whenever you are talking to someone, ഫോണിലായത് കാരണം അവർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഫേസ് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളുടെ ബോഡി ലാംഗ്വേജ് ആൻഡ് ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇതൊക്കെ ടെലിഫോണിലൂടെ നമ്മൾ സംസാരിക്കുന്ന രീതിക്ക് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ യു ഹാവ് ടു ബി വെരി മച്ച് you should have a good control over your body language. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ചെയർഫുൾ ആയിട്ടുള്ളൊരു വോയിസിൽ സംസാരിക്കുക. ബിക്കോസ് നമ്മൾ ചെയർഫുള്ളായിട്ട് സംസാരിക്കുമ്പോൾ ഇറ്റ് ഗീവ്സ് ദി റിസീവർ എ ഫീലിംഗ് ഓഫ് അല്ലെങ്കിൽ ഒരു റിസീവറിന് നമ്മൾ വളരെ റിലാക്സ്ഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. സോ യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് യുവർ ബോഡി ലാംഗ്വേജ് ആൻഡ് ദ ടോൺ ഓഫ് വോയിസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ ടു എ ന്യൂട്രൽ ടോൺ. ഹൈ പിച്ചിലോ ലോ പിച്ചിലോ സംസാരിക്കരുത്, ന്യൂട്രൽ ആയിട്ടുള്ളൊരു ടോണിൽ സംസാരിക്കുക. ദെൻ പിന്നെ എപ്പോഴും യു ഹാവ് ടു ബി ടാക്റ്റ്ഫുൾ. ടാക്റ്റ്ഫുൾ എന്ന് പറയുമ്പോൾ വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫോണിലൂടെ സംസാരിക്കാണ്ടിരിക്കുക. എപ്പോഴും നമ്മൾക്ക് സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ടാക്റ്റ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് വേണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപ്സെറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന വേർഡ്സൊക്കെ ഒരിക്കലും നമ്മളെക്കുറിച്ചോ നമ്മളുടെ കമ്പനിയെക്കുറിച്ചോ അവർക്ക് ഒരു മോശം ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കരുത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒരിക്കലും നമ്മളുടെ ലിസണറിന് ഒഫൻഡഡ് ആയിട്ട് തോന്നാൻ പാടില്ല. Then comes the active listening. So whenever you attend a call, you need to answer in a certain way that അതെല്ലാം നമ്മളുടെ സ്പീക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇൻ ഓർഡർ ടു ബിക്കം എ ഗുഡ് സ്പീക്കർ യു ഹാവ് ടു ബി എ ഗുഡ് ലിസണർ. ബിക്കോസ് നമ്മൾ സംസാരിക്കുന്നത് ഒരു കാര്യത്തിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടാണ്. സോ യു ഹാവ് ടു ബി എ വെരി ആക്റ്റീവ് ലിസണർ. Then whenever you are disconnecting a phone, use an appropriate closure. ഫോൺ വയ്ക്കാൻ നേരത്ത് നല്ലൊരു ക്ലോസിങ് കൊടുക്കുക. സോ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സിനാരിയോയിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ടെലിഫോണിലുള്ള മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടത്? അതിൽ ഫസ്റ്റ് വണ്ണാണ് യു ഹാവ് ടു അറ്റൻഡ് ദ കോൾ ഇൻ ദ ഫസ്റ്റ് 3 rings. 3 റിങ് അടിക്കുമ്പോൾ തന്നെ മാക്സിമം വേഗത്തിൽ കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോള് റിങ് അടിച്ചടിച്ചടിച്ച് തീരാറാകുമ്പോഴല്ല കോൾസ് അറ്റൻഡ് ചെയ്യണേ. മാക്സിമം 3 റിങ്സിനുള്ളിൽ നമ്മളെപ്പോഴും ഫോൺസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ആഫ്റ്റർ പിക്കിംഗ് ദ കോൾ ഐഡൻറ്റിഫൈ ദ കോളർ ആസ് വെൽ ആസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആരാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കളക്ട് ചെയ്യുക, അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ദെൻ ഗിവ് എ പോസിറ്റീവ് ടോൺ ഓഫ് വോയിസ്. എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു വോയിസ് കീപ്പ് ചെയ്യുക. ദെൻ ഒരു ചെയർഫുൾ ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് അഡാപ്റ്റ് ചെയ്യുക. ദെൻ നമ്മളുടെ ചുറ്റുപാട് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് എ വെരി സീരിയസ് മാറ്റർ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ എ കാം സിനാരിയോ. ഒരുപാട് ഒച്ചയും ബഹളവും ഉള്ള സ്ഥലത്തൊന്നും പോയി നിന്ന് ഫോൺ ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾക്ക് കേൾക്കാനും പറ്റത്തില്ല ആൻഡ് ഇറ്റ് ലീഡ്സ് ടു എ ബ്ലാബറിങ് സിറ്റുവേഷൻ. പിന്നെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനോട് എപ്പോഴും പൊളൈറ്റായിട്ട് നിൽക്കുക. അനോയിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിലും സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുക. ദെൻ എപ്പോഴും ചില സമയത്ത് നമ്മൾ ഒരു കസ്റ്റമറിനോട് സംസാരിക്കാൻ നേരത്ത് നമ്മളുടെ കയ്യിൽ ഒതുങ്ങാത്ത കുറേ കേസസ് വരും. സപ്പോസ് ഇഫ് യു ആർ നോട്ട് ഹാൻഡിലിംഗ് ദ പ്രഷർ ഗിവൻ ബൈ ദി കസ്റ്റമർ, നമ്മൾക്ക് ആ സമയത്ത് വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. സോ വൺ തിങ് വി ഡു ഇസ് വി കണക്ട് ദ കോൾ ടു ദി അതർ പേഴ്സൺ. സോ വെനെവർ യു ആർ ട്രൈങ് ടു കണക്ട് ദ കോൾ ടു ദി അതർ പേഴ്സൺ, കണക്ട് ചെയ്യുന്നതിന് മുന്നേ യു ഹാവ് ടു ഇൻഫോം ഹിം അബൌട്ട് ഇറ്റ്. നിങ്ങൾ ആർക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് അയാളോട് വിളിച്ചിട്ട് കോൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് അറിയിക്കുക. അല്ലാതെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവും. ഒബ്വിയസ്ലി ദ കസ്റ്റമർ വുഡ് ഗെറ്റ് അനോയ്ഡ്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഒരു കോൾ എപ്പോഴും ഹോൾഡ് ചെയ്യണതിന് മുന്നേ എപ്പോഴും കോള് ഹോൾഡ് ചെയ്യാൻ പ്ലീസ് ഹോൾഡ് എന്ന് പറയണതിന് മുന്നേ തന്നെ മേക്ക് ഷുവർ ദ കസ്റ്റമർ ഇസ് റെഡി ടു ഹോൾഡ് ഹിസ് കോൾ. അവർ റെഡി ആണെങ്കിൽ മാത്രം അവരെ കോൾ ഹോൾഡ് ചെയ്യാൻ ഇതാക്കുക.
ആൻഡ് സപ്പോസ് അവർ കോൾ ഹോൾഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരിക്കലും 2 മിനിറ്റ്സിൽ കൂടുതൽ അവരെ കൊണ്ട് ഹോൾഡ് ചെയ്യിക്കാൻ പാടില്ല. അങ്ങനെ 2 മിനിറ്റ്സിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ take the call and inform them that you will call them soon. അവരെ തിരിച്ച് വേഗം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ ഡിസ്കണക്ട് ചെയ്യുക. ആൻഡ് എല്ലാ കോളും ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുന്നേ മേക്ക് ഷുവർ യു ഹാവ് ക്ലിയർഡ് ഓൾ ദ ക്വയറീസ് ഫ്രം ദി കസ്റ്റമർ. എന്തിനാണ് കസ്റ്റമറെ വിളിച്ച് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങളെപ്പോഴും കോൾ ഡിസ്കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നൊരു കാര്യമാണ് എന്തൊക്കെയാണ് ടെലിഫോൺ എത്തിക്വേറ്റ്സിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. സോ ഡൂസിൽ വരുന്ന കാര്യങ്ങളാണ് ഫോൺ ചെയ്യുമ്പോൾ എപ്പോഴും പ്ലസൻ്റ് ആയിട്ട് സംസാരിക്കുക. ഓൾവേസ് പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് വെൻ എവർ യു ആർ ടോക്കിംഗ് ഓൺ എ ഫോൺ. അനോയിഡ് ആയിരിക്കാം, നമുക്ക് വളരെ ദേഷ്യം വരുന്ന കോൾസ് ആയിരിക്കാം, പക്ഷേ യു ഹാവ് ടു കീപ് യുവർ കാം. പിന്നെ വരുന്നൊരു കാര്യമാണ് ഗിവ് എ വാം ഗ്രീറ്റിംഗ്. ആരോട് സംസാരിക്കാനാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകളോടാണ് സംസാരിക്കുന്നതെങ്കിലും ഗിവ് ദം എ ഗ്രീറ്റിംഗ്. പിന്നെ സ്പീക്ക് ക്ലിയർലി വിത്തൗട്ട് ആംബിഗ്വിറ്റി. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മീനിങ്ലെസ്നെസ് തോന്നാത്ത രീതിയിൽ സംസാരിക്കുക. സ്റ്റിക്ക് ടു ദ പോയിന്റ് ആൻഡ് മേക്ക് ഷുവർ യു ആർ സേയിങ് ദ റൈറ്റ് തിങ്. ദെൻ ദ കോളർ ഷുഡ് ഹാവ് എ വെൽക്കം ഫീലിംഗ്. നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ ദ കസ്റ്റമർ ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നമ്മളുടെ കസ്റ്റമറിന് കിട്ടണം. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്? അതിൽ ഫസ്റ്റ് വണ്ണാണ് വെനെവർ യു ആർ ഇൻ എ കോൾ മേക്ക് ഷുവർ യു ആർ നോട്ട് ഡിസ്ട്രാക്റ്റഡ് ബൈ എനി അതർ തിങ്. സംസാരിക്കാൻ നേരത്ത് ബാക്കിയുള്ള സറൗണ്ടിങ്സ് ഒരിക്കലും നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് എൻഗേജ് ഇൻ എനി അതർ ആക്ടിവിറ്റീസ് വെൻ യു ആർ ടോക്കിംഗ് ടു സംവൺ ഓൺ ഫോൺ. ഫോണിൽ സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ചെയ്യാനായിട്ട് പോവാണ്ടിരിക്കുക. ദെൻ ഒരിക്കലും ഒരു കസ്റ്റമറിനെ നെവർ കീപ് ദം ഓൺ ഹോൾഡ് ഫോർ എ ലോങ് ടൈം. കുറേ നേരം ഹോൾഡിൽ വെക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് സമയം എടുക്കുന്നൊരു പ്രൊസീജിയർ ആണെങ്കിൽ യു ക്യാൻ ടെൽ ദം ദാറ്റ് വി വിൽ ബി കോണ്ടാക്റ്റിംഗ് യു സൂൺ. എന്നിട്ട് അവരുടെ പേര് അവരുടെ നമ്പർ എല്ലാം എഴുതി വയ്ക്കുക. എന്നിട്ട് കോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ആരെ കൊണ്ടാണോ വിളിപ്പിക്കേണ്ടത് അവരെ കൊണ്ട് വിളിപ്പിക്കുക. അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച ശേഷം നിങ്ങൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ടെലിഫോൺസിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. ദെൻ പിന്നെ വരുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടക്കാൻ നേരത്ത് ഒരു കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്യുക. സപ്പോസ് ഇഫ് യു ആർ സമ്മൺ ഹൂ ഇസ് സോഷ്യലി ഓക്വേർഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ പോയി സംസാരിക്കാൻ നാളാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യേണ്ടത്? Suppose if you have social anxiety, you can practice ahead of time if it is വെരി നെസസറി. നിങ്ങൾക്ക് വളരെയധികം നാണമാണ് അല്ലെങ്കിൽ ടെൻഷനാണ് ആളുകളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് പോലെ മുന്നേ തന്നെ ഒരു പ്രാക്ടീസ് സെഷൻ നടത്താം. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരാളെ കാണുവാണെങ്കിൽ ഐ വിൽ ബി സ്മൈലിംഗ് അറ്റ് ദം. I will introduce myself. I will ask about him or her. I will share my common thoughts. ഇങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഹായ് ഹലോ ഏത് ഫ്രേസൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ട് പുറത്തേക്ക് പോവുക. സോ വെൻ യു ആർ ടോക്കിംഗ് ടു സംവൺ ബി യുവർ സെൽഫ്. ഒരിക്കലും നമ്മൾ ഒരാളോട് സംസാരിക്കാൻ നേരത്ത് വേറൊരാളെ പോലെ പ്രിറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ എന്താണോ ആ രീതിയിൽ തന്നെ ആളുകളോട് സംസാരിക്കുക. ബിക്കോസ് ദ വേൾഡ് ഇസ് റൗണ്ട് ആൻഡ് നമ്മളറിയാവുന്ന ആർക്കെങ്കിലും ഇയാളെയും അറിയാൻ പറ്റും. സോ ഒബ്വിയസ്ലി വൺ ഡേ ദ ട്രൂത്ത് വിൽ കം ഔട്ട്. സോ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ടോക്ക് ടു ദം ആസ് യുവർ സെൽഫ്. നമ്മൾ വേറെ ആരെയും പോലെ പ്രിറ്റൻഡ് ചെയ്യാണ്ട് സംസാരിക്കുക. Then do not multitask, stay focused. So when you are engaging in a conversation with someone, basically one thing that distracts us is our mobile phone or the site that we are seeing. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാൻ നേരത്ത് നമുക്ക് കോൺസെൻട്രേഷൻ തെറ്റാനുള്ളൊരു ചാൻസ് വരാറുണ്ട്. സോ മേക്ക് ഷുവർ യു ഡു നോട്ട് എൻഗേജ് ഇൻ എനി അതർ ടാസ്ക് ഓർ യു ഡു നോട്ട് ചെക്ക് യുവർ ഫോൺ ഓർ യു വിൽ നോട്ട് ലുക്ക് ഔട്ട് to see the scenarios or the climate or whatever you are that is in front of you. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് മാത്രം ഫുൾ അറ്റൻഷൻ കൊടുക്കുക. സോ യു ഹാവ് ടു സ്റ്റേ ഫോക്കസ്ഡ്. തേർഡ് പേഴ്സൺ ആണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും യു ഹാവ് ടു വാല്യൂ ദെയർ ടൈം ബിക്കോസ് യു ഹാവ് സ്റ്റാർട്ടഡ് ദ കോൺവെർസേഷൻ. സോ യു ഹാവ് ടു കീപ് ദാറ്റ് കോൺവെർസേഷൻ അലൈവ് ടിൽ ദി എൻഡ്. ദെൻ
believe in learning from other self. One thing that limits a person from learning from others is ego. ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ബാക്കി ആര് പറയണതും എനിക്ക് കേൾക്കണ്ട, അല്ലെങ്കിൽ അവർ പറയുന്നതിലൊന്നും കാര്യമില്ല എന്നുള്ളൊരു ഇത് നമ്മളുടെ മനസ്സിൽ കയറി പറ്റും. ഇറ്റ് ഈസ് നോട്ട് ട്രൂ, ബിക്കോസ് പീപ്പിൾ ആർ യുണീക്ക് ആൻഡ് ദേ ഹാവ് ഡിഫറെൻറ്റ് ഐഡിയാസ് ആൻഡ് ദേ ഹാവ് ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക് അബൌട്ട് ലൈഫ്. So each and every ideas are unique, so you have to be careful. നമ്മൾ എന്ത് കാര്യം ഒരാളോട് സംസാരിക്കുമ്പോഴും do not think that their opinions are not at all valuable. ഓരോ ആളുകളിൽ നിന്നും ഓരോ തരത്തിലുള്ള ഐഡിയാസ് നമുക്ക് കിട്ടുന്ന, ഓരോ ആളുകളും ചിന്തിക്കുന്ന രീതി is different. So you have to learn from them. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പഠിക്കുന്നത് മാത്രമാണ് ശരി, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പെർഫെക്റ്റ് എന്നുള്ളൊരു ചിന്ത വെക്കാണ്ടിരിക്കുക. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് മാറ്റുക, ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ടു റീച്ച് സംവെയർ. നമ്മൾ ഒരിക്കലും ഈഗോ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ പോണില്ല. സോ യു ഹാവ് ടു ബിലീവ് ഇൻ അതേഴ്സ്. അവർ പറയുന്നതിനെ ട്രസ്റ്റ് ചെയ്യുക. ദർ ആർ പീപ്പിൾ ഹൂ ട്രസ്റ്റ് 90%, ലൈക്ക് there are people who believe in others but they don't trust them. I'm not saying that you have to completely trust them, but you can believe them to some extent, because we really don't know what the other person is. So you have to trust what they say. മനസ്സിലായോ? നമ്മൾ ഒരാളെ കുറിച്ച് നമുക്കറിയത്തില്ല, അതിൻ്റെ അർത്ഥം യു ഹാവ് ടു ബി ഡൗട്ട്ഫുൾ, അല്ലെങ്കിൽ നമ്മളെല്ലാം അയാൾ പറയുന്നത് വളരെ എന്താ പറയുക, അയാൾ പറയണത് നുണയാണെന്നുള്ള രീതിയിൽ നോക്കണം എന്നല്ല. ഓരോ ആളുകളും പറയുന്നതിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. അഡാപ്റ്റ് അതേഴ്സ് ഒപ്പീനിയൻസ്, വാല്യൂ ദിയർ ഒപ്പീനിയൻസ്. സോ എന്നാൽ മാത്രമേ ഒരു സെൽഫ് ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ദെൻ ബി ബ്രീഫ് ആൻഡ് സിമ്പിൾ. എന്ത് കാര്യം പറയുവാണെങ്കിലും യു ഹാവ് ടു സേ ഇറ്റ് ഇൻ എ സിമ്പിൾ വേ. ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. സപ്പോസ് ഇഫ് യു ആർ സംവൺ ഹൂ ഹാസ് എ വെരി ഗുഡ് ലാംഗ്വേജ് ആൻഡ് നമ്മളോട് സംസാരിക്കുന്ന എല്ലാവരും വളരെ ലാംഗ്വേജിൽ അഗ്രഗണ്യരൊന്നും ആയിരിക്കത്തൊന്നുമില്ല. സോ വെൻ യു ആർ ടോക്കിംഗ് ടു ദെം you have to speak in very simple language so that it would be easy for them to understand. നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ കോൺവെർസേഷൻ എവിടെ എത്താനാ? സോ യു ഹാവ് ടു ബി സിമ്പിൾ. പറയുമ്പോൾ ഒരു കാര്യം മാത്രം അറ്റ് എ ടൈം പറയുക, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറയാണ്ടിരിക്കുക. ദെൻ ആസ്ക് ഫോർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്നാൽ മാത്രമേ കോൺവെർസേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ. ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു അവിടെ തീർന്നു, പിന്നെ വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ദെയർ ആൻസേഴ്സ് വുഡ് ബി ദ സെയിം. അപ്പോൾ നിങ്ങൾക്ക് ആ ആൻസേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ കോൺവെർസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. സോ ഓൾവേസ് ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. Then whenever you are talking to someone, you can monitor your conversation. നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരോട് സംസാരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനത്തെ വോയിസിലാണ് സംസാരിച്ചത്, ഇതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കുക. ഇങ്ങനെ മോണിറ്റർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഹെൽപ്പ് യു ടു ഇൻക്രീസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മളുടെ പോരായ്മകൾ നമ്മൾക്ക് തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഞാൻ ഇംപ്രൂവൈസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. സോ യു ഹാവ് ടു മോണിറ്റർ യുവർ കോൺവെർസേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരാളോട് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. വി ലുക്ക്ഡ് അറ്റ് ദി ലിസണിങ് സ്കിൽ, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, റൈറ്റിംഗ് സ്കിൽ ആൻഡ് സ്പീക്കിംഗ് സ്കിൽ. ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് റിലേറ്റ് ചെയ്തതാണ്. Process of communication is very much related to telephones. കമ്മ്യൂണിക്കേഷൻ ആണ്, സ്പീക്കിംഗ് ആണ് വരുന്നത്. ആൻഡ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ലിസണിങ് ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പറ്റത്തുള്ളൂ. സോ all the things are interconnected, so make sure that you study everything before you attend the examination or before you go for an interview. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോൾ. ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾക്കാർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല. There are some manners that you need to keep and that is something that you need to learn by yourself. സോ ഇത്രയും കാര്യങ്ങൾ ആണ് അക്കാഡമിക്സ് റിലേറ്റഡ് പറയാനുള്ളത്. So all the best, study well and thank you so much.